നമസ്കാരം. ബി.ജെ.പിക്ക് കനത്ത തിരിച്ചടി നൽകിക്കൊണ്ട് ഹരിയാനയിൽ നിന്നുള്ള പാർട്ടി എം.പി കോൺഗ്രസിൽ. ഹിസാറിൽ നിന്നുള്ള ബി.ജെ.പി എം.പിയും മുൻ കേന്ദ്രമന്ത്രി ബിരേന്ദ്ര സിംഗിന്റെ മകനുമായ ബ്രിജേന്ദ്ര സിംഗ് ആണ് പാർട്ടി വിട്ടത്. ചില നിർബന്ധിത രാഷ്ട്രീയ കാരണങ്ങളാലാണ് ബി.ജെ.പി വിടുന്നതെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. 2019 3 ലക്ഷത്തിലേറെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിലായിരുന്നു അദ്ദേഹം വിജയിച്ചത്. നിർബന്ധിത രാഷ്ട്രീയ കാരണങ്ങളാൽ ഞാൻ ബി.ജെ.പിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് രാജിവെച്ചു. ഹിസാറിലെ പാർലമെന്റ് അംഗമായി പ്രവർത്തിക്കാൻ എനിക്ക് അവസരം നൽകിയതിന് ഞാൻ പാർട്ടിയോട് നന്ദി പറയുന്നു. ദേശീയ അധ്യക്ഷൻ ശ്രീ ജെ.പി. നദ്ദ, പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി, അമിത്ഷാ എന്നിവർക്കും അറിയിക്കുന്നു, ബ്രിജേന്ദ്ര സിംഗ് ട്വിറ്ററിൽ പറഞ്ഞു. മുതിർന്ന കോൺഗ്രസ് നേതാക്കളായ അജയ് മാക്കൻ, മുകുൾ വാസ്നിക്, ദീപക് ബാബരിയ എന്നിവരും ഖാർഗെയുടെ വീട്ടിലെ ചടങ്ങിൽ സന്നിധരായിരുന്നു. മുൻ ഐ.എ.എസുകാരനായ ബ്രിജേന്ദ്ര സിംഗ് വരാനിരിക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഹിസാറിൽ നിന്നുള്ള പാർട്ടി സ്ഥാനാർത്ഥിയാകാൻ സാധ്യതയുണ്ടെന്നും കോൺഗ്രസ് വൃത്തങ്ങൾ സൂചന നൽകുന്നു. ന്യൂഡൽഹിയിലെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയുടെ വസതിയിൽ വെച്ച് അദ്ദേഹം കോൺഗ്രസ് അംഗത്വം സ്വീകരിക്കുകയും ചെയ്തു. കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗമായി മാറുന്നതിൽ അതിയായ സന്തോഷമുണ്ടെന്ന് വ്യക്തമാക്കിയ അദ്ദേഹം കർഷക പ്രശ്നങ്ങൾ മുതൽ അഗ്നിവീരന്മാരുടെ വിഷയത്തിൽ ബി.ജെ.പിയിൽ തനിക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നുവെന്നും ഹിസാൻ എം.പി പറഞ്ഞു. ഇത്തവണ ബ്രിജേന്ദ്ര സിംഗിന് ബി.ജെ.പി ടിക്കറ്റ് നൽകിയില്ലേക്കെന്ന സൂചനയുണ്ടായിരുന്നു. ഇതോടെയാണ് ഇദ്ദേഹം പാർട്ടി വിട്ട് കോൺഗ്രസിലേക്ക് എത്തുന്നത്. ഹിസാറിൽ നിന്നും കോൺഗ്രസ് ടിക്കറ്റിൽ അദ്ദേഹം വീണ്ടും ജനവിധി തേടിയേക്കും. മേഖലയിൽ സ്വാധീനമുള്ള ജാട്ട് വിഭാഗത്തിൽ നിന്നുള്ള ജേതാവ് കൂടിയാണ് ബ്രിജേന്ദ്ര സിംഗ്. അദ്ദേഹം പാർട്ടിക്ക് പുറത്തേക്ക് പോകുന്നത് കർഷകരുടെ പ്രതിഷേധം അടക്കമുള്ള വെല്ലുവിളികൾ നേരിടുന്ന ബി.ജെ.പിയെ ദോഷകരമായി ബാധിച്ചേക്കാം. ബ്രിജേന്ദ്ര സിംഗ് പാർട്ടി വിടുന്നത് പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ കാര്യമായ സ്വാധീനം ചെലുത്തില്ലെങ്കിലും ഈ വർഷാവസാനം നടക്കാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് വലിയ തിരിച്ചടിയായി മാറിയേക്കാമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. നന്ദി.